മഞ്ചേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കരുത്തു കാട്ടാൻ ഒരുങ്ങുകയാണ് PV അൻവർ. എന്തായിരിക്കും നയം പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയരേഖയുടെ കരടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് എന്തായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ വിശദീകരിക്കും. ഒട്ടേറെ സസ്പെൻസ് കാത്തുവച്ചിരിക്കുന്നു ഈ സമ്മേളന നഗരിയിൽ എന്നാണ് അൻവറിന്റെ അനുയായികൾ പറയുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അഷ്കർ കരിമ്പ, മുബഷീർ P. അക്ബർ, VS രഞ്ജിത്ത്, ദീപക് മലയം, അലമീൻ തോട്ടുമുക്ക്, സിനോജ് തോമസ് എന്നിവർ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും വഴിക്കടവിൽ നിന്നും ഇപ്പോൾ അൻവറിന്റെ അനുയായികൾ യാത്ര തിരിച്ചു കഴിഞ്ഞു മഞ്ചേരിയിലേക്ക്. VS രഞ്ജിത്തും മുബഷീർ P. അക്ബറും ദീപക് മലയമ്മയും സമ്മേളന നഗരിയിൽ തന്നെയുണ്ട്. ദീപക്, നമ്മൾ നേരത്തെ സംസാരിച്ചത് CPIM എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് അൻവറിന്റെ നീക്കങ്ങളെ എന്നതായിരുന്നു. പക്ഷേ നമ്മളവിടെ കാണുന്നത് സാധാരണക്കാരായ നിരവധി പേർ എത്തിയിട്ടുണ്ട്. DYFIയുടെ പ്രാദേശിക നേതാക്കളുണ്ട്, നേരത്തെ CPIMുമായി ചേർന്ന് പ്രവർത്തിച്ചവരുണ്ട്. അങ്ങനെ വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോഴും KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും CPIMന് ചെറിയ കാര്യമായിരിക്കില്ല അൻവറിന്റെ ഈ പ്രസ്ഥാനത്തെ മറികടന്നുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് വ്യക്തവുമാണ്. നേരത്തെ ലീഗ് നേതാക്കളൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് പറയാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു നിലപാട് എന്താണ് എന്നറിയാൻ കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ അൻവർ ഉയർത്തിയ വിഷയങ്ങളെ ലീഗ്, കോൺഗ്രസ് ഒന്നും തന്നെ തള്ളിപ്പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ CPIMന് ഒരു ഒത്ത എതിരാളിയായി നിന്നുകൊണ്ട് തന്നെ മലബാറിൽ നിന്ന് തുടങ്ങുക എന്നതാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ഈ പാർട്ടി സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് ഇത്തരം പ്രതിരോധങ്ങൾ വരുന്ന ഘട്ടത്തിൽ അതിനെ ഏത് വിധേനയും അടിച്ചമർത്തുന്ന സ്വഭാവം ഉണ്ടാകാറുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഒരു പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു നീക്കം ഏതെങ്കിലും ഒരു കോണിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഒന്നിച്ചിറങ്ങുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ആദ്യഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു ഭിന്നിപ്പിച്ച സ്വരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അൻവറിനോട് ചേർന്ന്